ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ഗെയിമിംഗ് വീഡിയോ. അതായത് നമ്മുടെ നേരത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. നമ്മളൊരു പുതിയ ഗെയിമിൻ്റെ പ്ലേലിസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പ്രിസൺ എസ്കേപ്പ് എന്ന് പറഞ്ഞ ഗെയിം. ആ ഗെയിമിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് നമ്മളിന്ന് ഇടാൻ പോകുന്നത്. അന്നേരം വീഡിയോ കാണുന്നതിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അന്നേരം നമുക്ക് ഇച്ചിരി ടോയ്ലറ്റ് പേപ്പർ എടുക്കാൻ പറയാം. നമ്മൾ ജോലിയൊന്നും ചെയ്യാതെ ഇവിടെ ടോയ്ലറ്റ് പേപ്പർ തരുന്നുണ്ട്. ഓക്കെ 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 പൊക്കോ. നമ്മുടെ കയ്യിൽ എനർജി ഉണ്ട്. നമ്മുടെ ഫുഡ് വേണ്ട 30 സെക്കൻഡ്സ് ഫുഡ് വാങ്ങിച്ചു. അതെന്നേരത്തേക്ക് ഫുഡ് മേടിക്കാം. ഇവൻ്റെ കയ്യിലല്ലേ ഫുഡ്. നമുക്ക് ബ്രെഡ് തരുന്നുണ്ട്, ബ്രെഡ് മേടിക്കാം. ട്രൈ ഫോർ എ ബെറ്റർ ബാഗ്. നമുക്കൊരു ബാഗ് ഇവിടുന്ന് മേടിക്കാം. രക്ഷപ്പെട്ടു നമ്മൾ. പെട്ടെന്ന് കാടുവാ. അതുപോലെ എല്ലാവരെയും വിളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണി വാങ്ങാം. പെട്ടെന്ന് ഫസ്റ്റ് നമ്മുടെ തവി എടുക്കാം. കുറേ കുഴിക്കാനുണ്ട്. അത് നിങ്ങൾക്കും ഈ ഗെയിം ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി നോക്കിയാൽ മതി. പ്രിസൺ എസ്കേപ്പ് എന്ന ഈ ഗെയിം അവൈലബിൾ ആണ്. ഈ ഗെയിം പി സിയിലും ആൾക്കാർ കളിക്കാറുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അന്നേരം നമുക്ക് പി സി ഇല്ലാത്തത് നമ്മളിപ്പം ഇതിനകത്ത് തന്നെ കളിക്കാം. കുറേ കുഴിക്കാനുണ്ട്, കാരണം ഇതിൻ്റെ അടിയിലാണ് സബ്വേ ഉള്ളത്. 1 മിനിറ്റേ ഉള്ളൂ. ഗാർഡ് വന്ന് അഥവാ നമ്മൾ ഈ കുഴിക്കുന്ന ഗാർഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഗാർഡ് പിടിക്കും. എന്നിട്ട് നമ്മളിവിടെ ഇട്ടേക്കുന്ന എല്ലാ മണ്ണും നമ്മളിപ്പോൾ കുഴിച്ചില്ല, അതിൻ്റെ അകത്തുള്ള മണ്ണ് നിറയ്ക്കും. നമ്മുടെ എനർജി പോയിട്ടുണ്ട്. മനസ്സിലായി. നമ്മൾ കാർപ്പറ്റെല്ലാം നമുക്ക് അടയ്ക്കാം, കാരണം ഗാർഡ് ഇപ്പം വരും. അങ്ങനെ നമ്മൾ മണ്ണെടുക്കാം, പെട്ടെന്ന് മണ്ണെടുക്കാം. മണ്ണെടു. ഇനിയിപ്പോൾ സമയമില്ല, ഗാർഡ് ഇനിയിപ്പം വരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ കാത്തിരിക്കാം. പറഞ്ഞത് ഗാർഡ് വാ. എന്നിട്ട് നമ്മുടെ ഇച്ചിരി സാധനങ്ങളുണ്ട്. ആ സാധനങ്ങളല്ലേ ഇവിടെ വെക്കാം. ഒരു ഡോളും ഒരു കൂട്ടും നമ്മുടെ ഉണ്ട്. അത് പെട്ടെന്ന് വാ ഗാർഡേ വാ. ഒന്നുമില്ല. ഇച്ചിരി സാധനങ്ങൾ കാണാം നമുക്ക്. എല്ലാ ഐറ്റംസ് ഇച്ചിരി 11 മതി. നമുക്ക് പെട്ടെന്ന് കളക്ട്. ഓക്കെ ശരി പൊക്കോ. നേരെ ഫ്രണ്ടിലോട്ട് നോക്കി. ഇതാണ് നമ്മുടെ മേടിച്ചാലോ. എന്നിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു MP. അവൻ നമുക്കൊരു എന്നിട്ട് നമ്മുടെ കൂട്ടുകാരൻ MP നമ്മളോട് പറഞ്ഞായിരുന്നു എന്തുവാ, ഒരു വെയർ ഹൗസ് ഉണ്ട്. ഈ വെയർ ഹൗസിൽ നിന്ന് നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടുമെന്ന്. പക്ഷെ ആ വെയർ ഹൗസിൻ്റെ താക്കോല് നമ്മുടെ കയ്യിൽ ഇല്ല. നെക്സ്റ്റ് ദിവസം നമ്മുടെ കൂട്ടുകാരൻ MP നമുക്കത് എവിടെയാണെന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ അച്ചാച്ചൻ്റെ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് പോയി. അപ്പം ഇതിന് അടിയോട് ഇനിയും പോകാനുണ്ട്. നമ്മളൊന്നും ആയിട്ടില്ല. തവി എടുക്കാൻ പറ്റുന്നു. തവി ഇട്. അതിലിപ്പെടുന്ന സാധനങ്ങൾ എടുക്കാം. നമുക്ക് ഈ ഗണ്ണൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ വെപ്പൺസ് ഒക്കെ ഇവിടെ കുറേ ഉണ്ട്. ഫ്ലെയർ ഗണ്ണാണ്. ഒരു ഗ്രനേഡ് ഉണ്ട്, ഒരു ബൈനാക്കുലർ ഉണ്ട്, ഒരു ബ്രോൺസ് കോയിൻ ഉണ്ട്, ഒരു ഫ്രഞ്ച് ഉണ്ട്. ഇത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് കുഴിക്കാം. കുറേ കുഴിക്കണം. എനിക്ക് തോന്നുന്നു ഈ സബ്വേനകത്തോട്ട് പോകാൻ കുറേ പോകണമെന്നാണ്. നമ്മുടെ സൈഡിലാണെങ്കിൽ -5 മീറ്റർ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് മുകളിലോട്ട് കയറാം. മുകളിൽ ഹൈഡ് ചെയ്യാം. പിന്നെ
നമ്മുടെ ഈ കാർപ്പറ്റ് വേണം. പിന്നെ പെട്ടെന്ന് മണ്ണെടുക്കാം. നമുക്ക് മണ്ണെടുക്കുക, ഇങ്ങോട്ട് കുത്തി കയറ്റുക, ഇതെടുക്കുക, മണ്ണെടുക്കുക, കുത്തി കയറ്റുക, കയറ്റുക. പെട്ടെന്ന് പെട്ടെന്ന് മണ്ണെടുക്കുക. ഓ തീർന്നു. നമ്മുടെ മണ്ണെടുക്കുക, അടിക്കുക, അത്രേ ഉള്ളൂ. നമ്മുടെ സാധനങ്ങൾ നമ്മൾ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ കുറേ പൈസ കിട്ടുമായിരിക്കും. നമ്മൾ 9 ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഇവിടെ എനർജി അധികം തീർന്നിട്ടില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. വാ വാ വാ. 2 ആണ്. എന്താണ് ഒരു നോയ്സും ഇല്ല കാട. അതൊക്കെ നമ്മൾ അല്ല, അന്നേരം പൈസയാവും. ഓ നമ്മുടെ നല്ലൊരു കാടാണ്. താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. ഒന്നും വാങ്ങണ്ട, ഒന്നും വാങ്ങണ്ട. റൈറ്റ് ഫോർ സംതിങ് ഇംഗ്ലീഷ് ഒരു വെയിറ്റ് ചെയ്യാം. വേണം ഫുഡ് കഴിച്ചത്. ഇത് ബാഗാണ് വന്നിരുന്നത്. ആവശ്യമില്ല, നമുക്ക് നെക്സ്റ്റ് ഷവല് വല്ലതും. പിന്നെ നമുക്ക് ബൂട്ട് ഇരുന്നുണ്ട്. ബൂട്ടിൻ്റെ ഒരു ആവശ്യമില്ല, കാരണം നമ്മളിവിടെ റണ്ണിങ്ങിനൊന്നും അല്ല വന്നിരിക്കുന്നത്. പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. പക്ഷെ നമ്മളിതിൻ്റെ PC വേർഷൻ കണ്ടപ്പോൾ ഇതിനകത്ത് നമുക്കൊരു എന്തോ ഒരു ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പുറത്തൊക്കെ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഗെയിമിൻ്റെ അത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഉണ്ടാവണം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഹൗസ് തുറക്കാൻ പറ്റത്തില്ല. എന്താണ് കാടേ? ശരി, നമുക്ക് പെട്ടെന്ന് കുഴി എടുക്കാൻ തുടങ്ങാം. ഹോൾഡ് 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 ഹോൾഡ്. പെട്ടെന്ന് കുഴിക്കാം. ഗോ 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 ഗോ. നമുക്കൊരു കാര്യം ചെയ്യാം, സൈഡിൽ നിന്ന് ഫുള്ള് അങ്ങ് കുഴിക്കാൻ തുടങ്ങാം. പെട്ടെന്ന് 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 കുഴിക്ക് 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 കുഴിക്ക്. പെട്ടെന്ന് കുഴിക്കാം. ഫ്രണ്ട്സ്, എന്തായാലും നമ്മൾ മണ്ണ് വാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സാധനമുണ്ട്, പെട്ടെന്ന് കളക്ട് ചെയ്യാം, സാധനങ്ങൾ കളക്ട് ചെയ്യാം. ഒരു മിനിറ്റ് ഉണ്ട്. പെട്ടെന്ന് തുറക്ക് ബ്രോ, തുറക്ക് തുറക്ക്. ഹോട്ട്സ്പോട്ട് ചാടാം. സമയമുണ്ട്, സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നത്. ഇത് കളക്ട് ചെയ്യാം, ബ്രഞ്ച് എടുക്കാം. ഇത് ഫ്ലെയർ ഗൺ എന്താ വരാത്ത? ഫ്ലെയർ ഗൺ എടുക്കും. ഇതെന്താ വീഡിയോ? ഒരു ടോർച്ചാണ്. ഇത്ര ഉള്ള ഇറങ്ങാം. ഇത്ര ഉള്ളോ സാധനങ്ങൾ? പെട്ടെന്ന് നമുക്ക് 4 സാധനങ്ങളെ കിട്ടിയത്. പെട്ടെന്ന് കാട് വരട്ടെ, കാട് വരട്ടെ. നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. ഇത് അടിയില്ല, കാർപ്പറ്റ് താഴെ വെച്ചു. ഓക്കെ ഓക്കെ, നമ്മൾ ഡണ്ണാണ്. കാടിനെ അങ്ങ് വിളിച്ചേക്കാം, അത് തന്നെ. ഇപ്പം ആ കാടേ ശുഭല്ലേ. എത്ര? 26 30. ഇതിന് 100 ചോദിച്ചു കഴിഞ്ഞാൽ തരുമോ? എങ്ങനെയെങ്കിൽ പൊക്കോ പൊക്കോ. ആ ഓക്കെ കോ. 99. മക്കളെ ഫുഡ് ഇട്, ഫുഡ് ഇട്. പാല് പെട്ടെന്ന്. അതിന്റെ ആവശ്യമില്ല, ആവശ്യമില്ല, എന്തൊന്നും ആവശ്യമില്ല. ഇതിനെന്താ ഇനിയിപ്പോൾ തരുന്നത്? 100-ന് നമ്മളൊരു ഉണ്ടായിരുന്നു. ഫുഡ് മേടിക്കണമായിരുന്നു, അത് വേറെ കാര്യം. നിങ്ങൾക്ക് എങ്ങനെയും 100 ടോയ്ലറ്റ് പേപ്പർ വേണം, അത് വേണം. അതൊക്കെ ഒരു കാര്യം ചെയ്യാം. കാർഡ് വരാൻ നേരത്തെ ഇച്ചിരി ടോയ്ലറ്റ് പേപ്പർ എന്നോട് കാല് പിടിച്ച് ചോദിക്കുക. ഒന്ന് വാ കാട ഇങ്ങോട്ട്. എന്താ എത്ര നാളും എന്താ കാട് സ്കൂല്? അയ്യോ, അടച്ചിട്ട് പോയി. നമ്മളങ്ങനൊന്നും പോകത്തില്ല. നമുക്ക് ഒരു സൈഡിലോട്ട് തന്നെ കുഴിക്കാൻ നോക്കാം. ഒരു സൈഡ് മാത്രം കുഴിക്കാം. എല്ലാം സമയം എടുക്കും ഇവിടെ എസ്കേപ്പ് ആവാൻ. നമ്മുടെ കട്ടിലിൻ്റെ സൈഡിൽ നിന്ന് കുഴിക്കാൻ തുടങ്ങിയത്. കട്ടിലിൻ്റെ സൈഡിൽ നിന്ന് പെട്ടെന്ന് ഹൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിങ്ങനെയല്ല, ഇതിന് ഇച്ചിരി സമയം വല്ല കിട്ടുവാണെങ്കിൽ നമ്മൾ വേറെ ഇച്ചിരി കുഴിക്കും. പക്ഷെ നമുക്ക് അറിയണമല്ലോ എന്താണ്. കുഴിക്കാൻ പെട്ടെന്ന് കുഴിക്കാൻ, കാരണം
ഈ സാധനങ്ങളും നമുക്ക് എടുക്കണം. നമുക്ക് ഇച്ചിരി വിട്ടിൽ ഒഴിക്കാം, കാരണം പിന്നെ നമുക്ക് ഇറങ്ങാൻ പാടായിരിക്കും, കയറാൻ പാടായിരിക്കും. നോർമലി തന്നെ ഒഴിക്കാം. ഇപ്പം അങ്ങനെ പോകണ്ട, ഒരു സാധനം കൂടി വേണം. അതാ എന്താ ഇല്ല, നമ്മുടെ കയ്യിലില്ല. സാധനങ്ങളെല്ലാം എടുക്കുക. മണ്ണാദ്യം കള, എന്നിട്ട് സാധനങ്ങൾ എടുക്കുക. നമുക്ക് സാധനങ്ങൾ പെട്ടെന്ന് എടുക്കാം. അതാണ് ഇതിൻ്റെ അകത്തിറങ്ങണം, ദൂരെ നിന്ന് എടുക്കാൻ പറ്റുന്നു. ഇറങ്ങാൻ നമ്മൾ കുറേ സമയം എടുത്തിട്ടുണ്ട്. മണ്ണെല്ലാം അയ്യോ, പെട്ടെന്നാണ് തോന്നുന്നത്. എത്ര സെക്കൻഡും ഉണ്ട്? 50 സെക്കൻഡ്. പെട്ടെന്ന് മൂത്രമില്ല, ഇത് ഫ്ലഷ് അടിക്കും. അയ്യോ, സാധനങ്ങളെല്ലാം വെക്കും. അയ്യോ, നമ്മളൊന്ന് പെട്ടെന്ന്. അയ്യോ, എന്താ ചാന സുഖമല്ലേ? നെഗോഷിയേറ്റ് ചെയ്യും. എത്രയാണ്? 32, 35. നമ്മൾ ഫ്രണ്ട്സിന് 35 തരാൻ പറഞ്ഞാൽ തരണം. അങ്ങനെ വഴിക്കുക. നീ പൊക്കോന്നേ. 30 സെക്കൻഡ് എന്തിനാ ഞങ്ങളോട് ചോദിക്കുന്നത്? ഞങ്ങളിപ്പം 1 മിനിറ്റ് കഴിഞ്ഞിട്ട് വരണമെന്ന് പറഞ്ഞാൽ നീ ചെയ്യുമോ? എന്താടാ 5 രൂപ ഫുഡും കൂടെ വാങ്ങിച്ചു. നമ്മുടെ പാല് മേടിക്കാം. ഐസ്ക്രീം നമുക്കൊന്നും ഒരു വിഷയമല്ല. പുതിയ സാധനം കിട്ടി. സുഖല്ലേ? പുറത്തോട്ട് പോകല്ലേ? ഗാഡി അങ്ങ് മേടിക്കുക. ഈ ഗാഡി ഇനി വരുമ്പോഴത്തേക്ക് 2-3 കൊല്ലം. രാത്രിയിലും ജോലി ചെയ്യാം. അതാണ്, രാത്രിയിലും പണി ചെയ്യാം. കാരണം രാത്രിയും പകലും നിന്ന് നമുക്കില്ല, നമുക്കാകെ ജോലി ചെയ്യണം. ഒരു സൈഡ് വേണ്ട, എല്ലാ സൈഡും ചെയ്യാം. ഇതെന്താണ് മനസ്സിലാവുന്നത്? മണ്ടക്കിരുന്നു പെട്ടെന്ന് ജോലി മുറിക്കും. ഇത് ഇച്ചിരി മുമ്പേ തന്നെ ഇറങ്ങണം, കാരണം ഇല്ലെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ പെടും. നമുക്ക് 1 മിനിറ്റ് ജോലി, 1 മിനിറ്റ് സാധനങ്ങൾ കളക്ട് ചെയ്യാം. ഹെൽത്ത് ബാധിയാണ് ഉറങ്ങുന്നുണ്ട്. പെട്ടെന്ന് കുളിക്കാനും പറ്റുന്നുണ്ട്. ഇനി നമുക്ക് എന്നിട്ട് മണ്ണ് കളയാം. അതാ അടക്കി പെട്ടെന്ന് അടയ്ക്കാൻ മണ്ണ് കളയണം. അത് ഈ മണ്ണൊന്നും ഇവിടെ വെക്കാൻ പാടില്ല. മണ്ണൊക്കെ വെക്കുന്ന പോലീസ് കണ്ടു കഴിഞ്ഞാൽ പെട്ടു. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോലീസുകാർ നമ്മൾ ചെയ്ത മണ്ണല്ല, അവർ വീണ്ടും ടിപ്പറിലോർക്ക് അത് മണ്ണ് കൊണ്ടുവന്ന് അവർക്ക് ഉള്ളിൽ നിറയ്ക്കും. എന്താ സാധനം എടുക്കാൻ സമയമില്ല. നമുക്കിനിപ്പോൾ വെയിറ്റ് ചെയ്യാൻ ഗാർഡിനെ വിളിക്കാം. കിടക്കാം രാവിലെ. അയ്യോ, സ്റ്റക്കായി. പേടിച്ചു പോയി. സ്ലീപ്പ് ചെയ്യാം. യു കാൺ സ്ലീപ്പ് ഡ്യൂറിങ് ദ ഡേ. ഇപ്പോൾ രാവിലെയാണോ? ഗാർഡ് വന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയൊന്നുമില്ല. നമ്മൾ രക്ഷപ്പെട്ട്. ഞാൻ വിചാരിച്ച് പെട്ടെന്ന് സ്റ്റക്കായി. ഇതിനകത്ത് സ്റ്റക്കായി. ടോയ്ലറ്റ് പേപ്പർ എടുക്കാൻ പറ്റുമോ? മാസ്ക് ടോയ്ലറ്റ് പേപ്പർ. യു ടുക്ക് പേപ്പർ ദിസ് ഡേ. നമ്മൾ കുറേ പേപ്പർ എടുത്തെന്ന് ഉറങ്ങാൻ പറ്റത്തില്ലേ? പിന്നെ നമ്മൾ എന്ത് വേണ്ട 1 മിനിറ്റ് കൊണ്ട്? ഗാർഡിനെ വിളിക്കാനോ? അറ്റ് നൈറ്റ് യു കാൺ കോൾ ഗാർഡ്, ഗെറ്റ് സം സ്ലീപ്പ്. ഓ, ഉറങ്ങാൻ നേരം. അത് നേരത്തെ ഒരു പറഞ്ഞ് ഉറങ്ങണ്ടെന്ന്. കൊള്ളാലോ. നമുക്ക് ഇച്ചിരി ഫുഡ് അടിക്കാം, എന്നിട്ട് ജോലി ചെയ്യാൻ തുടങ്ങാം. പെട്ടെന്ന് തുറക്ക്. നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഈ സാധനം തുറക്കാനും സമയം എടുത്തു കഴിഞ്ഞാൽ അന്നേരത്തേക്കും ഇത് നമ്മുടെ MBയുടെ ലെറ്റർ വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് അടയ്ക്കാം. MBയുടെ
ലെറ്ററാണ് നമുക്ക് മെയിൻ, കാരണം ഇവൻ നമുക്ക് പറഞ്ഞു തരും എന്താ ചെയ്യുന്നത്. ലെറ്റർ ഇട്. About the warehouse, I have got some intel. The previous store worker crossed the... Storekeeper crossed the cleaning lady Dorothy and vanished without a trace. Word on the street is he was murdered, but no body has been found. So yeah, the key is bit of a problem, but you will definitely find it soon. അങ്ങനെ നമ്മുടെ എവിടെ പണ്ടത്തെ ഒരു വർക്കർ ഏതാണ്ട് ആത്മഹത്യ എന്തുകൊണ്ടായിരുന്നു പ്രശ്നം. സാധനങ്ങൾ എടുത്തായിരുന്നു നമ്മുടെ ഇതിനകത്തുള്ള. ഇപ്പൊ സാധനങ്ങൾ എടുക്കുക, കളക്ട്. എന്തോ ലൈറ്ററാണ് ഒരു സൈഡിൽ നിന്ന് ഇത്ര മതി. പുട്ടൈറ്റം. ഈ ഗ്രനേറ്റ് ഒക്കെ പൊട്ടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ. ഗാർഡ് നമ്മളെടുത്ത് തരുക, നമ്മൾ ടും പൊട്ടിക്കാം. ഇത് ഗാർഡിനെ അങ്ങ് വരുത്തുക, പതിയെ വെല്ലൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് സമയം ഒന്നുമില്ല. അതൊക്കെ സൗണ്ട് ചെറിയ പ്രശ്നം. 40 ചോദിക്കാം. 40 ചോദിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് കളക്ട്. ഓക്കെ നമുക്കൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പക്ഷെ നമ്മുടെ ഈ ഷവലിൻ്റെ ആളോട് ചോദിക്കണം. ഇനി അടുത്ത് 200-ൻ്റെ ആവും. 200 കൂടുതൽ. നമുക്ക് ഗാർഡിനെ വിളിച്ചാലോ? അപ്പോൾ നമ്മൾ അടിച്ച് വരാൻ അങ്ങോട്ടൊന്നുമില്ല. പണി തുടങ്ങാം. കുഴി 1 മിനിറ്റ് കുഴി, 1 മിനിറ്റ് സാധനം എടുക്കും. ഒന്നാമത് കുളിക്കാൻ നമുക്ക്, പിന്നെ നമുക്ക് ഇച്ചിരി സമയം കിട്ടാനായിട്ട് നമുക്ക് എല്ലാം ക്ലീൻ ചെയ്യാം. ഈ വീഡിയോ പട്ടിയൊക്കെ കുരയ്ക്കുന്നുണ്ടാവും. അത് പുറത്ത് ആൾക്കാർ വന്നതുകൊണ്ടാണ്, സോറി. അതെല്ലാം നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ അത്, കാരണം അതോ നമ്മൾ വീഡിയോയിൽ അഥവാ ഇനിയിപ്പോൾ കട്ടടിച്ച് പോലീസ് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം ആ പട്ടിയുടെ ശബ്ദം നിങ്ങൾ ഇഗ്നോർ ചെയ്തോ. കാരണം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. അതാണ് എത്ര സമയങ്ങളുള്ളതെന്ന് കാരണം. പെട്ടെന്ന് ഫാസ്റ്റ്. ഞാൻ കേട്ടൊക്കെ ലഞ്ച് ബ്രേക്ക് ഒന്നുമില്ലേ? ജോലി ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മൾ കുറേ തവണ പോലീസ് പിടിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ രക്ഷപ്പെട്ട് പോവുകയാണ്. സാധനങ്ങളെല്ലാം വെക്കാം. നമ്മുടെ കയ്യിലൊന്നും ഇല്ല. അത് ഗാർഡിനെ അങ്ങ് വിളിച്ചേക്കാം. എന്തോ എവറിത്തിങ് ഓക്കെ. നെഗോഷിയേറ്റ്. സെല്ല് മാറുന്നത് വരെ ചെയ്യാം. ഇനിയും ചെയ്യാൻ പറ്റുമോ? അല്ല 30. ഓക്കെ, താങ്ക് യു. ഓക്കെ പോന്നേ. വെയർ ഹൗസ് തുറന്നു നോക്കി. മോനെ പാലിട്. ഇവനല്ലേ പാല്? കുർക്കുറയാണ്. കുർക്കുറ നല്ല ടേസ്റ്റാണ്. വേറെ ഫ്ലേവർ വല്ലതും ഉണ്ടോ മോനെ കുർക്കുറയുടെ? ഗാർഡിനെ വിളിക്കാം പെട്ടെന്ന്. ഗാഡേ ഗാർഡ് സ്കൂളേ. ഓക്കെ നമുക്ക് നമ്മുടെ പണിയാണ് മെയിൻ. ടൂൾ എടുത്തരല്ല ഭയങ്കര പാടാണ്. നമ്മൾ ഒരുപാട് ആഴത്തിൽ ഇത് 2 മീറ്റർ. ഇത് കണ്ട് ഇവിടെ 2 മീറ്റർ എന്നുണ്ട് സൈഡിൽ. നമ്മുടെ 2 മീറ്റർ 2 എപ്പിസോഡില്ല. അത് കൊള്ളാം.
നമുക്കെല്ലാം ലെവലാക്കാം. അത് നമുക്ക് ലെവലാക്കാം. കാരണം ഇപ്പം ചുമ്മാ എന്തോ ലെവലൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവരും ഇത് അയച്ചു കൊടുക്കുക. കാരണം ഡെയിലി വീഡിയോ ഇടാൻ ഭയങ്കര പാടാണ്. പിന്നെയാണ് ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്. അന്നേരം പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. കാരണം ഗെയിം കളിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത്ര എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വീഡിയോ ഒക്കെ ഇടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ ഇടണം. നിങ്ങൾക്ക് ഇനി എങ്ങനത്തെ ഗെയിമാണ് വേണ്ടത്, ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. ഇനി നമുക്ക് കണക്ട് ചെയ്യാം. നാൽപ്പത്തി സെക്കൻഡായി, നമുക്ക് ഇറങ്ങാം. ഇവിടുന്ന് സമയമുണ്ട്, വലിയ കാണുന്നുണ്ട്. അത്ര സമയങ്ങളില്ല, ഇറങ്ങാം. ഇറങ്ങി ഹൈഡ് ദ ടൂൾ. അത് പറ്റത്തില്ല, ഹൈഡ് ദ ടൂൾ. ഹൈഡ് ചെയ്തു. പെട്ടെന്ന് ചെയ്യാം. സമയമില്ല പെട്ടെന്ന്. സമയം നമുക്ക് പെട്ടെന്ന് ചെയ്യണം. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം പ്രാവശ്യം പിടിക്കപ്പെടുമെന്നാണ് തോന്നുന്നത്. നമ്മൾ ഇത്രയും ചെയ്ത് പിടിക്കപ്പെടുമെന്നാണ് തോന്നുന്നത്. നമ്മൾ പെട്ടെന്ന് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവണം. ടൈമിംഗ് നിൽക്ക് ഞങ്ങൾ സാധനങ്ങൾ നോക്കട്ടെ. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എടാ മോനെ ഹീറോയിനാ. പൊക്കോ പൊക്കോന്നേ. ശരി പോ മക്കളെ. സാധനങ്ങൾ ബ്രെഡ് നമുക്കൊന്നും വേണ്ട. വിട്ടോ കൂടെ കാത്തിരിക്കും. ഗാഡിനെ വിളിച്ചേക്കാം. ഗാഡിനെ അവിടെ നിന്ന് ശരി പോവാണേ. ബൈ. ഇനി നമുക്ക് സൂക്ഷിച്ച് കളിക്കണം. ഇപ്പം സ്പീഡില്ല ഗാർഡൊക്കെ വരുന്നത്. എന്താണ് മണ്ടയ്ക്ക് എന്തോ സാധനം ഇരിക്കുന്നു. പെട്ടെന്ന് നമുക്ക് കുടിക്കാം. നമുക്ക് 1:15 ആകുമ്പോഴത്തേക്കും നമുക്കെല്ലാം റെഡിയാക്കാം. മണ്ടയ്ക്ക് എന്തൊക്കെ ഏറെ കൊറേ കുടിച്ച് 1:15 ആവും. ഈ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. എന്തോ ഒരു മൂർത്തി ഇട്ടിട്ടുണ്ട്. പാടാണ് മണ്ണിൻ്റെ അടിയിൽ. പിന്നെ ഇപ്പുറത്തെ എന്തോ സൈഡിലുണ്ടോ. ഹൈഡ് ടൂള് കസാര കസാര നമുക്ക് നന്നായിട്ട് പോകുന്നില്ല. കാരണം ഈ കസാര നമ്മൾ ഇങ്ങനെ ഓടി വരാനായിട്ട് ഇവിടെ ഒന്ന് ഇടിക്കുകയാണ് കസാരയിൽ. ഇത് എത്ര മണ്ണാണ് അതിൻ്റെ തുണിയിലോട്ടൊന്നും എടുത്തിട്ടോ ഒരു ആടിങ്ങോട്ട് വാങ്ങാണ്. അവിടെയൊരു വില കൂടിയ മൂർത്തി ഉണ്ട്. പെട്ടെന്ന് മേടിച്ചു 40. കുഴപ്പമില്ല. ഇങ്ങോട്ടാ പൊക്കോ ശരിയെന്നേ. അതങ്ങ് പോകത്തില്ല. ഗോഡിന് വണ്ണമുണ്ടല്ലോ ഒത്തിരി. എന്തുവാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണെന്നൊരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ തകർപ്പൻ ഗെയിമിംഗ് വീഡിയോസിന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ നമുക്ക് നേരെ ഔട്ട്രോയിലോട്ട് പോവുക. ഫ്രണ്ട്സ്, എന്നാലും നമ്മുടെ വീഡിയോ എങ്ങനെ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം.
പൊളിയായിരുന്നു. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് സത്യത്തിൽ പിടിക്കപ്പെടേണ്ടതായിരുന്നു. പിടിക്കപ്പെടുന്ന പറഞ്ഞാൽ 5 സെക്കൻഡ് കൊണ്ട് നമ്മൾ തീർത്തേ. 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗാർഡ് വന്നായിരുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ തകർത്തും വീഡിയോയിന് വേണ്ടിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുന്നത് നമുക്ക് നേരെ വീഡിയോ അവസാനിപ്പിക്കാം.